കലയുടെ മേഖലയിലേക്ക് വന്നിറങ്ങുമ്പോൾ ഈ കുട്ടികളെ കാണുമ്പോൾ അതൊരു വേറെ സന്തോഷമല്ലേ? പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഓർക്കാനും നമ്മളെ ഒരു ഗൃഹാതുര സ്മരണകൾ, പഴയകാല തിരിച്ചു പോകുക, എല്ലാവരും അതിന് വേണ്ടിയില്ല. എല്ലാവരും എത്ര പ്രായം ചെന്നാലും നമ്മുടെ മനസ്സ് ഒരു ചെറുപ്പമായി ആവാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. കുട്ടികളുടെ ഇടയിൽ കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു സുഖമുണ്ട്. കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കലാപരിപാടികളിൽ അധികം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ കലയും രാഷ്ട്രീയവും തമ്മിലൊക്കെ നല്ല ബന്ധങ്ങളുണ്ട്. അതായത് കലയിലൂടെ നമുക്ക് രാഷ്ട്രീയം, നമ്മുടെ ആശയം എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത്. നമ്മൾ പലപ്പോഴും തെരുവ് നാടകങ്ങളും അതുപോലുള്ള ഓരോ കലകളും ആസ്വദിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സമൂഹത്തിൽ കല നൽകുന്ന സന്ദേശം അതും വലുത് തന്നെയാണ്. കാരണം ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 5 ഗോത്ര കലകൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും ഓരോ സമുദായത്തിൻ്റെയും ആ കലകൾ ഇന്ന് എല്ലാ ജില്ലകളും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും. കാരണം ഇതിനൊരു ഓപ്പർച്യൂണിറ്റി വല്ലാതെ ലഭിക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഇപ്പോൾ ഇതിലൂടെ ഉയർന്നു വരുന്ന കുട്ടികൾക്ക് പല മേഖലകളിലും, മാധ്യമരംഗത്ത്, സിനിമാ രംഗത്ത്, അങ്ങനത്തെ പല മേഖലകളിലും ഒരു അവസരങ്ങൾ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഈ കലോത്സവങ്ങളുടെ ചരിത്രം നോക്കിയാൽ എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള കലാകാരന്മാരെ കണ്ടെത്താനുള്ളൊരവസരം സാധാരണ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ അതിനുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഓരോ പ്രദേശത്തെയും പ്രത്യേകമായിട്ടുള്ള കലകൾ അതിനെയൊക്കെ മറ്റുള്ളവരുടെ ഇടയിൽ എത്തിക്കാൻ ഒക്കെ വളരെ വലിയൊരു അവസരം ഈ ഒരു കലോത്സവം കൊണ്ട് ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ്. എന്തായാലും ഈ 25 വേദികളും ഓരോ നദികളുടെ പേര്, അതുപോലെ തന്നെ ഈ വേദിക്ക് MDയുടെ ആ ഒരു ഓർമ്മ, ഓരോ വേദിക്കും ഓരോ പുഴകളുടെ പേരാണ്. ഈ വേദിക്ക് MDയുടെ പേരാണ്. അപ്പോൾ അത്തരത്തിൽ പലരും ഈ സ്കൂൾ കലോത്സവത്തിലൂടെ വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ വളരെ റിലവൻ്റ് ആണല്ലോ. MT മലയാളികളെ ഈ ലോകത്തെ വിട്ടുപോയിട്ട് ഏതാനും ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും MTയുടെ പേര് തന്നെയാണ് ഈ ഒരു കലോത്സവത്തിന് പിന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള പേര് എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. വളരെ നല്ല കാര്യം എന്ന് എനിക്ക് പറയാനുള്ളൂ. BJPയുടെ തലസ്ഥാനത്തെ അമരക്കാരൻ VV രാജേഷ് കൂടി നമുക്കൊപ്പം ഉണ്ട്. VV രാജേഷ് രാഷ്ട്രീയമല്ല, ഇവിടെ സംഘാടകൻ കൂടിയാണ്, വിജയിച്ച സംഘാടകൻ കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ 4 ദിവസങ്ങളൊന്ന് പറയട്ടെ. തീർച്ചയായും നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു ഉത്സവത്തെ തിരുവനന്തപുരം വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. എല്ലാവരും ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ്റും വിവിധ വകുപ്പുകളും അതോടൊപ്പം തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയുള്ളവരൊക്കെ തന്നെ ഇതിൻ്റെ പല ചുമതലകളിലുണ്ട്. അതോടൊപ്പം തന്നെ NTU ആണ് മാധ്യമരംഗത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ്റെ പ്രവർത്തകർ കഴിഞ്ഞ 1 മാസമായി രാത്രിയും പകലും അവരൊക്കെ തന്നെ അതിൻ്റെ സംസ്ഥാന നേതാക്കന്മാരാണ്. വനിതാ അധ്യാപികളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്കും അത് വിജയിപ്പിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കാൻ സാധിച്ചു. തീർച്ചയായും അധ്യാപക പരിഷത്തിൻ്റെയൊക്കെ പ്രവർത്തനം അങ്ങനെ നടക്കുകയാണ്. എന്തായാലും ഈ കലോത്സവത്തിൽ ഇത്തവണ മീഡിയ കമ്മിറ്റി ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന അധ്യാപക പരിഷത്താണ്. വളരെ ഭംഗിയായിട്ട് അവരത് മാനേജ് ചെയ്തെന്നാണ് ഇവിടെ വന്നപ്പോൾ തന്നെ. കഴിഞ്ഞ 4 ദിവസവും ആർക്കും ഒരു പരാതിയില്ലാതെ എല്ലാ മാധ്യമങ്ങളെയും കോർഡിനേറ്റ് ചെയ്യാനും എല്ലാവർക്കും അതിഥികളെ പരിചയപ്പെടുത്താനും പ്രസക്തമായ പരിപാടികളൊക്കെ എല്ലാ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വന്നു എന്ന് ഉറപ്പുവരുത്താനൊക്കെ അസലായിട്ട് അത് NTU കൈകാര്യം ചെയ്ത് ഞാൻ അവരെ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ തീർച്ചയായും NTUയുടെ സ്റ്റാൾ സജീവമാണ്. അവിടെ എപ്പോഴും അധ്യാപകരുണ്ടാവും. എന്ത് സഹായത്തിനും ഇവിടെ മറ്റ് കോർഡിനേഷനും എല്ലാം തന്നെ അധ്യാപകർ അങ്ങനെ സജീവമായി തന്നെ നമ്മൾ കാണാറുണ്ട്. യെസ്, അപ്പോൾ ഇന്ന് വനിതകളാണ് അതൊക്കെ നിയന്ത്രിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടില്ല. കുറവുണ്ടെങ്കിലല്ലേ പോകേണ്ടി വരും. യെസ്, ഞങ്ങൾ വളരെ സന്തുഷ്ടരാണല്ലോ. അതെ, അപ്പോൾ വളരെ സന്തോഷം. ശ്രീ K. സുരേന്ദ്രൻ, ശ്രീ VV രാജേഷ്, NTO ഭാരവാഹികൾ, താങ്ക് യു.